പരമ്പരാഗതമായി തങ്ങളുടെ വിഭാഗത്തിന്റെ നാടായിരുന്നെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. എങ്ങുനിന്നോ ഇവിടെ വന്ന് പൗരത്വം നേടിയ ചില ആഭ്യന്തര ശത്രുക്കളുണ്ടെന്നും അവരെ കൂട്ടത്തോടെ പുറത്താക്കണമെന്നും പ്രചരിപ്പിക്കുക. ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായി പറയുന്ന സമത്വത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. ഇപ്പറയുന്ന ശത്രുക്കൾ തങ്ങളുടെ നിലനിൽപ്പിന് ആപത്താണെന്ന ഗൂഢാലോചന സിദ്ധാന്തം പരത്തുക. തീവ്ര വലതു പാർട്ടിയുടെ യോഗത്തിനെതിരെ ജർമ്മനിയിൽ 10,000 അണിനിരന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണം മേൽപ്പറഞ്ഞ നയങ്ങളാണ്. ജർമ്മനിയിൽ നാസിസ്റ്റ് പ്രവണതകൾ ശക്തമാകുന്നതിലെ ആശങ്കയിലാണ് കഴിഞ്ഞ ആഴ്ച തീവ്ര വലതുപക്ഷത്തിനെതിരെ പ്രതിഷേധവുമായി 10,000 തെരുവിലിറങ്ങിയത്. ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അഥവാ AfDക്കെതിരെയായിരുന്നു ലോകമാകെ ശ്രദ്ധിച്ച ആ വലിയ ജനകീയ പ്രതിഷേധം. ജർമ്മനിയിൽ കുടിയേറിയെത്തിയവരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുന്ന AfD പാർട്ടിയുടെ ഒരു യോഗത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. തങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് സർക്കാർ പിന്തുണയോടെ വിവിധ ജോലികൾ ചെയ്യുന്ന ജനലക്ഷങ്ങൾ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ തടിച്ചുകൂടാൻ മാത്രം എന്ത് കാര്യമാകും ഒരു യോഗത്തിൽ ചർച്ച ചെയ്തത്? മൈഗ്രേഷൻ എന്ന വാക്ക് എല്ലാവർക്കും അറിയാം. റീമൈഗ്രേഷൻ ആയിരുന്നു ആ യോഗത്തിന്റെ അജണ്ട. മൈഗ്രേഷൻ അഥവാ കുടിയേറ്റത്തിന്റെ നേർവിപരീതമായ പ്രവൃത്തി. അതായത് ഒരിക്കൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിലേക്ക് കുടിയേറിയെന്ന് പറയപ്പെടുന്നവരെ ബലം പ്രയോഗിച്ചോ അല്ലാതെയോ രാജ്യത്ത് നിന്ന് കുടിയിറക്കാനുള്ള തന്ത്രങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. ഈ കുടിയിറക്കൽ പദ്ധതികൾ AfD പാർട്ടി അംഗങ്ങളും നവനാസികളും മറ്റ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും ചർച്ച ചെയ്തതായി പ്രസിദ്ധ ഇൻവെസ്റ്റിഗേറ്റീവ് മാധ്യമ സ്ഥാപനം കറക്റ്റീവാണ് റിപ്പോർട്ട് ചെയ്തത്. ബെർലിന് സമീപമുള്ള പോസ്റ്റ്ഡാമിൽ വെച്ച് തീവ്ര വലത് ആക്ടിവിസ്റ്റ് മാർട്ടിൻ സെൽനറിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ജർമ്മനിക്കും ഓസ്ട്രിയയ്ക്കും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ബാധ്യതയായ പുറത്തുനിന്നുള്ളവരെ കുടിയിറക്കണമെന്ന് സദാ വാദിക്കുന്ന മാർട്ടിൻ സെൽനറിനെ പോലൊരാളുടെ സാന്നിധ്യം തന്നെ യോഗത്തിനെതിരെ എതിർപ്പ് സൃഷ്ടിച്ചു. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അമേരിക്കയും ബ്രിട്ടനും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന തീവ്ര നേതാവാണ് സെൽനർ എന്ന് ഓർക്കണം. ജനസംഖ്യയുടെ കാര്യത്തിൽ യൂറോപ്പിലെ തദ്ദേശീയരെ ഒരിക്കൽ വെള്ളക്കാരല്ലാത്ത കുടിയേറ്റക്കാർ തോൽപ്പിക്കുമെന്നും അതാണ് ഈ പുറത്തുനിന്ന് വന്നവരുടെ അജണ്ടയെന്നുമുള്ള ഗൂഢാലോചന സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന ആളാണ് സെൽനർ. സംസ്കാരങ്ങൾ തമ്മിൽ പരിധി വിട്ട് കൂടിക്കലരുന്നത് ആപത്താണെന്നും യൂറോപ്പിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം ഇതാണെന്നും സെൽനർ വാദിക്കാറുമുണ്ട്. സെൽനറും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റേറിയൻ മുന്നേറ്റത്തിലെ മറ്റൊരംഗം മാരിയോ മുള്ളറും തീവ്ര വലത് നേതാവ് ജെർനോഡ് മൊറിഗും മറ്റ് AfD നേതാക്കളുമൊക്കെയാണ് യോഗത്തിലുണ്ടായിരുന്നത്. പുറത്തുനിന്ന് വന്നവരെന്ന് തീവ്ര വലതു ഗ്രൂപ്പുകൾ പറയുന്നവരെ ജർമ്മനിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് കെട്ടുകെട്ടിക്കാനുള്ള തന്ത്രങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത്. ജർമ്മനിയിൽ താമസാവകാശവും പൗരത്വവും നേടിയവരെ ഉൾപ്പെടെ കുടിയേറ്റത്തിന്റെ പേരിൽ നാട് കടത്തണമെന്നതായിരുന്നു യോഗത്തിന്റെ അജണ്ട. ജനനസ്ഥലമോ വംശമോ മാതൃഭാഷയോ പറഞ്ഞ് ജർമ്മനിയിൽ ആരോടും വിവേചനം പാടില്ലെന്ന ജർമ്മൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ അട്ടിമറിച്ചാണ് യോഗമെന്ന് പറഞ്ഞാണ് ഇതിനെതിരെ ജനരോഷമുയർന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളെ സാംസ്കാരിക വിശുദ്ധിയുടെ പേരിൽ കുടിയിറക്കാനുള്ള ഈ നീക്കം രാജ്യത്തിന്റെ ഏറ്റവും ഇരുണ്ട ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന വിമർശനം. 1933 മുതൽ 1945 വരെയുള്ള കാലത്ത് ജൂതന്മാരെ വംശഹത്യ ചെയ്യുകയും കുടിയിറക്കുകയും ചെയ്ത ഹിറ്റ്ലറിന്റെ നാസിക്കാലം ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സർക്കാരും ജനങ്ങളും. കുടിയേറ്റക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്ന പ്രക്രിയയെ വിശദമാക്കാനാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ റീമൈഗ്രേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. തീവ്ര വലതുപക്ഷം റീമൈഗ്രേഷൻ, എത്നോപ്ലൂറിസം, ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് മുതലായ വാക്കുകൾ ബലം പ്രയോഗിച്ചുള്ള കുടിയിറക്കലിനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുകയായിരുന്നു. കുടിയേറ്റക്കാരുടെ എണ്ണം കൂടി, അവരുടെ കുടുംബത്തിലെ അംഗസംഖ്യയും കൂടി ഒടുവിൽ തദ്ദേശീയരായ വെള്ളക്കാരെ അവർ കടത്തിവെട്ടുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ സിദ്ധാന്തമാണ് ഗ്രേറ്റ് റീപ്ലേസ്മെന്റ്. ഈ യോഗത്തിന്റെ അജണ്ടയ്ക്കെതിരെ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ അവർക്ക് ആത്മവിശ്വാസം പകരുന്ന പ്രതികരണമാണ് ജർമ്മൻ ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആർക്കെങ്കിലും കുടിയേറ്റത്തിന്റെ ചരിത്രമോ ഭൂതകാലമോ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടല്ല ജർമ്മനിയുടെ നമ്മൾ ആരെന്ന് തീരുമാനിക്കുന്നതെന്നും ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞ് ഒരുമ തകർക്കാൻ ആരെയും അനുവദിക്കുകയുമില്ലെന്നും ജർമ്മൻ ചാൻസലർ ഒലാഫ് സ്കോൾസ് പറഞ്ഞു. മനുഷ്യത്വരഹിതമായ തീവ്ര ആശയങ്ങളും ജനാധിപത്യ വിരുദ്ധതയും നോർമലൈസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി നാൻസി ഫീസറും പ്രതികരിച്ചു. റീമൈഗ്രേഷനെ കുറിച്ചുള്ള യോഗത്തിൽ AfD നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്ത സാഹചര്യത്തിൽ പാർട്ടിയെ നിരോധിക്കണമെന്ന ആവശ്യം ജർമ്മനിയിൽ ശക്തമാവുകയാണ്. മധ്യവലത് പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയന് ബദലായാണ് തീവ്രവലത് പാർട്ടിയായ AfD സ്ഥാപിതമായത്. കുടിയേറ്റത്തിനും ഇസ്ലാമിനും വിരുദ്ധമായ നിലപാടുകളുടെ പേരിലാണ്
AFD കൂടുതലും വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. റഷ്യയോടും യൂറോപ്പിലെ മറ്റ് തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് പാർട്ടികളോടും അടുത്ത സൗഹൃദമാണ് AFD പുലർത്തിയിരുന്നത്. തീവ്ര വലതുപക്ഷ ആശയങ്ങളുടെ പേരിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്ന AFDയെ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നിരോധിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ AFDയെ രാഷ്ട്രീയമായാണ് നേരിടേണ്ടതെന്നും നിരോധിക്കുകയല്ല വേണ്ടതെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം.